ട്രിപ്പിൽ നമ്മൾ കുറച്ച് ദിവസം ബെൽജിയം നിന്നതിന് ശേഷം വീണ്ടും തിരിച്ച് ആംസ്റ്റർഡാം എത്തിയിട്ടോ. ഈ പ്രാവശ്യം നമ്മളൊരു പുതിയ സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സ്കൈ സ്വിങ് കണ്ടായിരുന്നു. ശരിക്കും നല്ല ഹൈറ്റിലാട്ടോ. ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ നേരെ സൈക്കിൾ റെൻറ്റ് ചെയ്യാനായിട്ടാണ് പോയത്. ശരിക്കും ആംസ്റ്റർഡാം സൈക്കിളിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. നമ്മൾ കുറച്ചധികം സ്ഥലങ്ങളിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ പണ്ട് 10th പഠിക്കുമ്പം നമ്മളുടെ ആൻ ഫ്രാങ്കിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻ ഫ്രാങ്ക് ഹൗസിലാണ് പോകുന്നത്. ഈ ഒരു മ്യൂസിയം എപ്പോഴും കാണണം എന്നുള്ള ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കേട്ടോ. എൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡഡ് ആയിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സൊവനിയറും വാങ്ങിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ. അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ളി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫുൾ എക്സ്പെൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് രാത്രിയായപ്പം മൂവീസിലെല്ലാം കണ്ടിട്ടുള്ള റെഡ് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റിലേക്കാണ് പോയത്. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കൂടുതലും ഈ ഒരു സ്ട്രീറ്റ് കാണാൻ വന്നിരുന്ന ടൂറിസ്റ്റുകളായിരുന്നു കേട്ടോ. ആ സ്ട്രീറ്റിലൂടെ എല്ലാം നടന്ന് നമ്മൾ നേരെ തിരിച്ച് ഹോസ്റ്റലിൽ പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്.